ഹലോ ഗൈസ്, അസ്സലാമു അലൈക്കും. മലപ്പുറം മുത്തു ഫറാന എന്ന യൂട്യൂബിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പുട്ടൊക്കെ തിന്നു കഴിഞ്ഞു. പുട്ടും പയ്യുന്നു മക്കളെ. പുട്ടും പയൊക്കെ തിന്നു കഴിഞ്ഞപ്പോൾ എൻ്റെ ഡാമൈ ലൈഫ് എടുക്കാൻ വിചാരിച്ചത്. ഞാൻ തുടങ്ങട്ടെ. എന്താ നല്ല കരിമീൻ കൊടുന്ന് വെച്ചിരുന്നേ. ഇത് മുറിച്ചണം, പിന്നെ ചോറിന് വെള്ളം വെക്കണം. ഒക്കെ പണികളുണ്ട് മക്കളെ. ഗൈസ് ഹായ്, അസ്സലാമു അലൈക്കും. അപ്പോൾ ഇതാ ഡേ ഇൻ മൈ ലൈഫ് ആണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഞാൻ എന്താ സംഭവിച്ചാൽ ചായയും കടയൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞ് കുറേ സമയമൊക്കെ ഉണ്ടാവും. ചായയും കടയൊക്കെ കൂടെയൊക്കെ കഴിഞ്ഞപ്പോഴാണ് ഡേ ഇൻ മൈ ലൈഫ് എടുക്കാമെന്ന് ഇങ്ങനെ ഒരു തോന്നൽ. അപ്പം അതിൻ്റെ ഇടയിൽ കൂടെ നീച്ചെന്ന് കണ്ട് എടുത്താണ്. കുറേ നേരം ഫോണുമ്മലൊക്കെ കളിച്ച് കിടന്ന് ഒക്കെ ഉണ്ട് അതിന് തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ അതാ നമ്മൾ മീനൊക്കെ മുറിച്ച്. അപ്പോൾ ഇതാ നമ്മളെ കോഴിക്കുട്ടികൾക്ക് മീനിൻ്റെ വേസ്റ്റൊക്കെ ഇങ്ങനെ ഇട്ട് കൊടുത്താണ് കേട്ടോ. അങ്ങനെ മീനുകളൊക്കെ കഷ്ണങ്ങളാക്കി. പിന്നെ എന്താ പറയുക, എൻ്റെ സ്വഭാവം എടുക്കണം എന്ന് വിചാരിച്ചാൽ പിന്നെ നിർത്താതെ പണികൾ എടുത്ത് കൊണ്ടുവെക്കും. മടി കാട്ടിയാൽ ഇങ്ങനെ കിടന്ന് പോയിക്കൂട്ടാ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ നീച്ച് വന്നു കൊണ്ടാണ് ഇത് തുടങ്ങിയത്. അങ്ങനെ അപ്പം മീനൊക്കെ മുറിയൊക്കെ കഴിഞ്ഞ് ഇതാ പെട്ടെന്ന് തന്നെ മീനൊക്കെ കഴിക്കുന്നുണ്ട്. അപ്പം മീനൊക്കെ ഒരു പ്രാവശ്യം നല്ല കഴിക്കണത്. കഴിക്കൽ ഒരു പ്രാവശ്യം കഴിക്കിയത് അതിൽ കാട്ടിയിട്ടുള്ളൂ. അങ്ങനെ ചോറിനുള്ള വെള്ളം വെച്ച് തിളക്കുമ്പോൾ അത് അരി കഴിക്കിട്ടണ് തുടങ്ങിയാൽ പിന്നെ നിർത്തില്ല. അതിന് മുമ്പ് ഇങ്ങനെ അവിടെ ഇവിടെയൊക്കെ കുറേ കിടന്നു ഉരുളും ആക്കി കഴിഞ്ഞ് അതിൻ്റെ പണിയെടുത്ത് തുടങ്ങിയാൽ പിന്നെ പെട്ടെന്ന് തന്നെ എടുത്ത് തീർക്കൂട്ടോ. അങ്ങനെ അതാ ചോറിനുള്ള അരിയൊക്കെ കഴുകിയിട്ടു. ഇനി നമുക്ക് മീൻ മസാല തേക്കണം. അപ്പോൾ കരിമീനാണ്. അപ്പോൾ അതിൻ്റെ കഷ്ണങ്ങളൊക്കെ എടുത്ത് മസാല വെച്ച് പൊരിച്ചും ചെയ്യാം. തലയും വാലെല്ലാം കൂടിയും കറിയും വെക്കാമെന്ന് വിചാരിച്ചിട്ടോ, മുളകിടാമെന്ന് വിചാരിച്ചാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതാ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ മിക്സിൻ്റെ ജാർക്കിട്ട് ജീരകവും സുർക്കൊക്കെ ഒഴിച്ച് അരക്കണ്ട. ഒന്നിപ്പോൾ ആർക്കും അറിയാത്ത കാര്യമില്ലല്ലോ. എൻ്റെ ഇടയിൽ കൂടെ വേറെയുള്ള പണികളും എടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിന് ചോറ് തളിച്ച് ഞാൻ റൈസ് കുക്കറിലാട്ടോ ചോറ് വെക്കലേ. അപ്പോൾ അതാണ്ട് തളിച്ച പാടെ നമുക്ക് കഴിക്കാണ്ട് ഇറക്കി വെച്ചാൽ മതി. അടുപ്പ് പിടിപ്പിച്ചാൽ ഉണ്ടാവും വെച്ചാൽ എപ്പോഴെങ്കിലൊക്കെ ഒന്ന് പിടിപ്പിച്ചോ, അങ്ങനെ ഉണ്ടാവും. നമ്മൾ കുറച്ച് മതിയെന്ന് വിചാരിച്ചുകൊണ്ട് പിന്നെ നമുക്ക് എളുപ്പമെടുക്കാനും സുഖം ഇങ്ങനെയാണല്ലോ. അങ്ങനെ അതാ മീനിക്കുള്ള മസാലകളൊക്കെ ഇങ്ങനെ ഇട്ട് മസാല വയ്ക്കണേ. പിന്നെ എന്തൊക്കെയാണ് നിങ്ങളെ കുറത്താനൊക്കെ സുഖമല്ല എല്ലാവർക്കും. അപ്പോൾ നമ്മളെ വീഡിയോ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യുക, കമൻ്റ് ഇടുക, ലൈക്ക് അടിക്കാനൊന്നും മറക്കല്ല കേട്ടോ. പിന്നെ പറഞ്ഞാൽ ഡേ ഇൻ മൈ ലൈഫൊന്നും ഞാൻ ചെയ്യലില്ല കേട്ടോ. എന്തെങ്കിലുമൊക്കെ വീഡിയോസ് ഇങ്ങനെ ഇടലാണ്. ഇത് ആദ്യമായിട്ടാണ്. അപ്പോൾ അതിൽ തെറ്റും ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ക്ഷമിച്ചാൽ. അതിൻ്റെ ഇടയിൽ കൂടെ നമ്മളാ പാത്തു ചായ വെച്ച് വന്നുകൂടും. അപ്പോൾ പാത്തുവിനുള്ള ഇന്ന് പുട്ടും പയ്യനല്ല. അപ്പോൾ അതൊക്കെ എടുത്ത് കൊടുക്കണേ. അപ്പോൾ പഞ്ചസാര ആണെന്ന് പറഞ്ഞപ്പോൾ പഞ്ചസാരയും ഒക്കെ കൊടുക്കണ്ട. പാത്തുനിന്ന് രാവിലെ തന്നെ തട്ടൊക്കെ ഇട്ടണം നീച്ച് വന്നിട്ടുണ്ട്. പിന്നെ അത് ഉള്ളി തൊലിച്ചിന്. ഉള്ളി മീനിൻ്റെ തലയും വാലെല്ലാം കൂടി മുളകിടാന്ന് വിചാരിച്ചിക്കണ്ടേ. അപ്പോൾ അതിക്ക് ഉള്ളി തൊലിച്ചാണ്. പിന്നെ ഇപ്പോൾ വേറെ എന്തൊക്കെയാണ് ഇതിൻ്റെ ഇടയിൽ കൂടെ ഞാനിങ്ങനെ ആണ്ട് നോക്കി ചീത്തയൊക്കെ പറയണില്ലേ, അതിൻ്റെ മക്കളെ ഉണ്ടോ. പിന്നെ ഞങ്ങളോടൊക്കെ ഉണ്ടാകുന്നറിയില്ല, ഓരോന്ന് പറഞ്ഞു വരും. വീഡിയോ എടുക്കുമ്പോൾ പിന്നെ അധികമാണ് ചോദിച്ചു കണ്ടും പറഞ്ഞു വരില്ലേ. മോനുവിനെ ഉണ്ടാ ചീത്ത പറയണ്ടേ. മോനും സനിമോളും അതിൻ്റെ ഇടയിൽ കൂടെ തിരക്കൂടുന്നുണ്ട്, പലതും നടക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ ഓലോട് ചീത്തയും പറയുന്നുണ്ട്. എല്ലാതും കൂടി ഉണ്ടാവും. പിന്നെ എന്തൊക്കെ അങ്ങനെ അതിൻ്റെ ഇടയിൽ കൂടെ മോനിവിടെ വന്ന് കൊയിഞ്ഞാടനൊക്കെ ഉണ്ട് കേട്ടോ. മോനിവിടെ നിന്ന് ഓരോന്ന് പറഞ്ഞ് ലാസ്റ്റ് അവിടെ വീണു. അപ്പോൾ അതിനുള്ള തല്ലുണ്ട്. അതൊക്കെ വീണപ്പോൾ എന്നോട് പലതും പറഞ്ഞുകൊണ്ട് നിൽക്കണേ. അങ്ങനെ അതാ മീൻ മുളകിടാനുള്ള പണികളുണ്ട് കേട്ടോ. അപ്പോൾ ചട്ടീൻ്റെ ചൊറുക്കൊന്നും ആരും പറയില്ലേ മക്കളെ. ചട്ടിയൊക്കെ മാറ്റാനൊക്കെ അയക്കണം. ഇനി ഇൻഷാ അല്ലാഹ് നമുക്ക് പുതിയ വീടൊക്കെ എടുക്കുമ്പോൾ മാറ്റാമെന്ന് വിചാരിച്ച് ഇങ്ങനെ നിൽക്കണം. അതുവരെ ഇതേറ്റൊക്കെ ഇങ്ങനെ തട്ടിയൊപ്പിച്ച് പോട്ടെ. അപ്പോൾ ഇതാ നമ്മൾ വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ച് ഉള്ളിയും ജീരകവും ഉലുവയൊക്കെ ഫസ്റ്റ് എണ്ണയ്ക്ക് ഇട്ട് കൊടുത്തിട്ടോ. എണ്ണ ഒഴിച്ച് കണ്ട് പിന്നെ അതിക്ക് വല്ലുള്ളിയും പച്ചമുളകും കറിവേപ്പിൻ്റെലൊക്കെ ഇട്ട് അത് വയന്ന് വന്നപ്പോൾ തക്കാളി ഇട്ട് കൊടുത്തു. ഇങ്ങനെയൊക്കെയാണ് ഞാൻ മുളകിടൽ. പിന്നെ ഇഞ്ചി വെളുത്തുള്ളിയും ചതച്ചത് കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ച് കണ്ട് അയക്കാണ്ട് ഇട്ട് കൊടുത്തു. പിന്നെ മസാലപ്പൊടികൾ എല്ലാം ഇട്ട് കൊടുത്ത് കാണട്ടെ നമ്മൾ മീൻ മുളകിടുന്നത്. അപ്പോൾ അതാ നമ്മൾ മീൻ മുളകിടാനുള്ള മസാലയൊക്കെ റെഡി ആക്കണം. ഇനി ഇതിക്ക് മീനും പിന്നെ വെള്ളമൊക്കെ കൊണ്ട് ഒഴിച്ച് കൊടുത്ത് പുളിയൊക്കെ ഇട്ടെടുത്താൽ പരിപാടി സെറ്റായി.
അങ്ങനെ അതവിടെ വേവിനടിയിൽ കൂടെ ഇവിടെ പാത്രം കഴിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞില്ലേ നിർത്തില്ല, തുടങ്ങിയാൽ പിന്നെ നിർത്തില്ല. അതുവരെ എല്ലായിടത്തും കുറച്ച് നേരം ചായയും കടി ഉണ്ടാക്കി കഴിഞ്ഞ് മിറ്റടിച്ച് വരൽ കഴിഞ്ഞാൽ വന്ന് കുറച്ച് നേരം ഒന്ന് കിടന്നൂറിലൊക്കെ ചെയ്യും കേട്ടോ. ഫോണിലൊക്കെ ഇങ്ങനെ നോക്കി കണ്ട് അവിടെയും ഇവിടെയൊക്കെ ഒന്ന് കിടന്ന് നീച്ചൊക്കെ ചെയ്തിട്ട് പിന്നെ ബാക്കി തുടങ്ങുള്ളൂ. തുടങ്ങിയാൽ പിന്നെ നിൽക്കൂല. അങ്ങനെയാണ്. പിന്നെ എന്താ അറിയോ, എങ്ങോട്ടെങ്കിലും പോകാനുണ്ടെങ്കിൽ അതുപോലത്തെ നമുക്ക് എന്തെങ്കിലും പരിപാടി എവിടെയും പോകാനൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് പണി തീരും കേട്ടോ. അപ്പം അതിൻ്റെ ഇടയിൽ കൂടെ അതാ ഒരു പായം കൂടിയും ബാക്കി ഉണ്ടായിരുന്നു, അതുകൊണ്ട് തിന്നു. അതിൻ്റെ ശേഷം നമ്മൾ എല്ലായിടത്തും ഒന്ന് തുടച്ച് നന്നാക്കുന്നുണ്ട്. പണിയൊക്കെ തീർന്നാൽ പിന്നെ നമ്മൾ തുടച്ച് നന്നാക്കുമല്ലോ. പാത്രം കഴുകി കഴിഞ്ഞേക്ക് ഒക്കെ ഒന്ന് തുടച്ച് നന്നാക്കണം. പിന്നെ എന്താ പറയുക, ഈ തുടങ്ങാൻ പറഞ്ഞില്ല, തുടങ്ങിയാൽ പെട്ടെന്ന് തന്നെ തീർക്കണം. ഇല്ലെങ്കിൽ പിന്നെ സമയം കഴിഞ്ഞാൽ ഒരു പിരാന്താണ് കേട്ടോ. അതുവരെ എടുക്കൽ തുടങ്ങിയാൽ പിന്നെ നിർത്താതെ പെട്ടെന്നാണ് തീർക്കും. അപ്പോൾ ഇതാ നമ്മളെ കറിയൊക്കെ അതിൻ്റെ ഇടയിൽ അങ്ങനെ ആ പണിയൊക്കെ കഴിഞ്ഞപ്പോത്തിന് ഇതാ നമ്മളെ കറി ഇവിടെ തളിച്ചേക്കണേ. ഇനി അതവിടെ കിടന്ന് വേവട്ടെ. അപ്പോത്തിന് നമുക്ക് ഉള്ളൊക്കെ ഒന്ന് പോയിക്കാണ്ട് അടിച്ചുവരി നന്നാക്കാനൊക്കെ ഉണ്ട്. അപ്പോൾ ഇതാ അതിൻ്റെ ഇടയിൽ കൂടെ ഇതാ മീൻ പൊരിച്ചാൻ വെച്ചേക്കണേ, തുടക്കണുണ്ട്. അങ്ങനെ ഓരോന്നും ചെയ്ത് കൊണ്ടിരിക്കണം കേട്ടോ. അപ്പോൾ ഇതാ നമ്മളെ വീഡിയോ ലെങ്ത് അയക്കണമെന്നൊന്നും അറിയില്ല. ഞാൻ ഇങ്ങനെ എടുത്തതാണ് കേട്ടോ. ഡേ ഇൻ മൈ ലൈഫ് പറയുമ്പോൾ അതിലെല്ലാം ഉൾപ്പെടുത്തണ്ടേ. അപ്പോൾ ഇനിയും കുറേ കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്താണ്ട് അതൊന്നും എടുത്തിട്ടില്ല. അപ്പോൾ നമ്മൾ പാത്തത് ഇവിടെ കളിച്ചിട്ടുണ്ട്. കുളിയൊക്കെ കഴിഞ്ഞാണ്ട് കുളിച്ച് നേരെ ബെഡിൽ വന്നിരുന്ന് കളിച്ചിട്ടുണ്ട്. അങ്ങനെ ഇതാ നമ്മളെ കുളിയൊക്കെ കഴിഞ്ഞ് ചോറൊക്കെ തിന്നട്ടെ. അപ്പോൾ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ നമ്മളെ വീഡിയോ. അപ്പോൾ ഇനി ഒരു വീഡിയോ ആയിട്ട് വരുന്നവരെ അസ്സലാമു അലൈക്കും. അതിൻ്റെ ഇടയിൽ കൂടെ ഓരോരുത്തർ ചോറിന് പ്ലേറ്റൊക്കെ പിടിച്ച് വരുന്നുണ്ട് കേട്ടോ. ഇതൊക്കെ ഒന്ന് വിളിച്ചുമ്പോൾ വരില്ല, പിന്നെ ഇങ്ങനെ ബാക്കിൽ വരുന്നുണ്ടാണ്. നല്ല കരിമീൻ പൊരിച്ചത്, പപ്പടം, മാങ്ങ, അച്ചാർ.